ഹായ്, ഇന്ന് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കിയാലോ. മീൻ പൊടിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇന്ന് അയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ. നമുക്കിതൊന്ന് ജസ്റ്റ് മുറിച്ച് നമുക്കിതങ്ങ് റെഡിയാക്കാം. ഞാൻ ആദ്യം തന്നെ എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. എല്ലാം വലിയ അയിലായിരുന്നു, നല്ല ഫ്രഷ് അയിലയാണ് കിട്ടിയത്. അപ്പോൾ അയില വെച്ചിട്ടാണ് ഞാനിത് കൂടുതൽ കണ്ടിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ള എല്ലാ മീനുകൾക്കും നല്ല മുള്ളാണല്ലോ. പിന്നെ ഈ അയിലയ്ക്ക് ആണ് ഒരു പ്രത്യേകത. ഞാനിത് അയില വെച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതെൻ്റെ ചേച്ചി പറഞ്ഞ ഒരു റെസിപ്പിയാണ്. ചേച്ചിയുടെ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. നമുക്ക് നോക്കാം, നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. മീനൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഗ്യാസൊക്കെ കത്തിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പുളി, ഇഞ്ചി ഇതൊക്കെ അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് അതൊന്ന് വാട്ടിയെടുത്തു. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഒന്നങ്ങ് ഇതായി. അത് കഴിയുമ്പോൾ തന്നെ ഞാനങ്ങ് വെള്ളം ഒഴിച്ചു. ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് ഒഴിച്ചു. അപ്പം ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയെടുത്ത് കറിവേപ്പിലയൊക്കെ ഇട്ട് ഇനി ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ആ മീനൊക്കെ അങ്ങ് പറക്കിയിട്ട് ഇനിയും ഇതിനെ നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. ഇത് ഞാറയ്ക്കൽ ഭാഗത്ത് എൻ്റെ ചേച്ചിയുടെ കൂടെ ഞാറയ്ക്കലാണ്. ചേച്ചി ഇത് ചെയ്ത് അവിടെ ചെന്ന് പഠിച്ചതാണ്. അപ്പം അവിടുത്തെ അമ്മ പഠിപ്പിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഈ കണ്ടോ, ഈ പരുവത്തിനായി കഴിഞ്ഞ് ചൂടാറാൻ വയ്ക്കുക. ചൂടാറാൻ വെച്ച മീനെ നമ്മളതിൻ്റെ മുള്ളെല്ലാം മാറ്റുകയാണ് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. എനിക്കത് എടുക്കാൻ പറ്റിയില്ല മുള്ള് മാറ്റുന്നത്. എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പാൻ ചൂടായതാണ്. പിന്നെ ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് ഓഫ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങ് താളിക്കണം. അതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പോൾ കടുകിട്ടു. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതിനകത്തേക്ക് ഇടാനായിട്ട് എടുത്തു. ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതിനകത്തേക്ക് ഇടാനായിട്ട് എടുത്തു. അതിട്ട് കഴിയുമ്പോൾ തേങ്ങ ചിരകിയതും കൂടെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. തേങ്ങ ഒന്ന് ജസ്റ്റ് പച്ച മണം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മീനൊക്കെ അങ്ങ് ഇട്ട് സെറ്റാക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ചധികം നേരം തീയിലിട്ട് അതിനൊന്ന് ഒന്ന് ഉലർത്തി എടുക്കുക. അത് കഴിഞ്ഞ് സ്മെല്ലൊക്കെ എന്താ സ്മെല്ല്! വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി മക്കളെ. എല്ലാം നന്നായിട്ട് ഇളക്കി, നല്ല രീതിയിൽ ഇളക്കി നമ്മളതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് നന്നായിട്ട് തീയൊക്കെ ഞാൻ ഇച്ചിരി ഹൈ ഫ്ലെയിമിലാണ് ഇട്ടത്, പെട്ടെന്നായി കിട്ടാനായിട്ട്. അത് കഴിഞ്ഞ് എല്ലാം ഏകദേശം സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വരട്ടിയിട്ടുണ്ട്. എനിക്ക് കൊതി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചോറെടുത്തു, വേഗം തന്നെ ഇത് എടുക്കുവാണ്. പിന്നെ വേഗം അത് കൂട്ടി ഒരു പിടിക്കാതെ എങ്ങനെ പറ്റും. കുഴച്ചു നന്നായി, അതെല്ലാം മിക്സ് ചെയ്ത് പിടിച്ചു. വേഗം തന്നെ വായിലേക്ക്. അടിപൊളി, പറയാതിരിക്കാൻ പറ്റില്ല. വാ, സൂപ്പർ. ഇതെല്ലാവരും ട്രൈ ചെയ്യണേ. മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ.